വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരു അടിപൊളി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് എപ്പോഴും എടുക്കാനായിട്ട് ആഗ്രഹമുള്ള കൈൻഡ് ഓഫ് വീഡിയോസാണ് ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസാണ് കേട്ടോ ട്രാവൽ വീഡിയോസ്. ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ ചെയ്യും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗ് എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗ്സാണ്. പക്ഷെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ പോവാണ്. അത്ര വലിയ ദൂരയ്ക്കൊന്നല്ല, മാത്തേരനിലോട്ടാണ് പോകുന്നത്. മാത്തേരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ് മാത്തേരൻ. ആക്ച്വലി മാത്തേരൻ്റെ സീസണാണ്. അപ്പോൾ ഞാൻ അതിനേക്കാൾ മുമ്പ്, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വൈറലാവണേക്കാൾ മുമ്പേ ഇത് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഐഷൊക്കെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് സോളോ പോകണം എന്നായിരുന്നു കേട്ടോ നല്ല ആഗ്രഹം. പക്ഷേ എൻ്റെ കൂടെ എന്താ പറയുക, സോളോ പോകുന്നില്ല. ഞാൻ ഒരു ടീമിൻ്റെ ഒപ്പമാണ് പോകുന്നത്. ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മോർണിംഗ്, അതായത് നാളെ മോർണിംഗ് 5 AM നമുക്ക് ട്രെയിൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. അപ്പോൾ നാളെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മറ്റന്നാൾ മോർണിംഗ് ആണ് നമ്മൾ നേരെ താനയിലെത്താം, മുംബൈയാണ് മുംബൈയിലെത്താം. പിന്നെ 2 ദിവസം, ടോട്ടൽ 4 days ജേണിയാണ്. ട്രാവൽ അടക്കം 4 days ആണ് വരുന്നത്. ഈ മാത്തേരനെ വെച്ച് അറിയാത്തവർക്ക്, മാത്തേരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ വാഹനങ്ങൾ നിരോധിച്ചൊരു മേഖലയാണ് മാത്തേരൻ. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഓട്ടോറിക്ഷ, എനിക്ക് തോന്നുന്നു മറ്റേ ഇലക്ട്രോണിക് ആണോ മീൻസ് സൗണ്ട് ഒന്നും ഇല്ലാത്ത ഓട്ടോസിലെ അതൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അധികം ഇല്ല, പക്ഷെ ഞാൻ 2-3 വീഡിയോസിലൊക്കെ കണ്ടു. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതൊരു ഹിൽ സ്റ്റേഷനാണ്, ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ടോയ് ട്രെയിനിൽ കയറണം. ടോയ് ട്രെയിൻ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. പാക്കിങ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞട്ടോ. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ മോർണിംഗ് 3 മണിക്ക് എണീക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മേടിക്കും. അപ്പോൾ നാളെ മോർണിംഗ് കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഗോവ എത്താറായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. നമ്മുടെ വന്നിരുന്ന കുറേ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ്. സോ അവരെല്ലാവരായിട്ട് സംസാരിച്ച് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ എല്ലാവരും അവിടെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് ഉണ്ടായി, അത് ഞാൻ വഴിയെ പറയാം. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഈ കുട്ടീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പുഴയൊരു വമ്പത്തി ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസ് ആണ് ഇവര് രണ്ടാളും. ഒറ്റയ്ക്ക് വന്ന് എന്റെ കൂടെ എങ്ങനെ ഇവര് രണ്ടാളും നമ്മൾ രണ്ട് പാക്കേജ് ഇട്ടപ്പാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ രണ്ടാളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 ടീമും ഒറ്റ ടീമായി. അങ്ങനെയുണ്ടോ? നമ്മുടെ കോർഡിനേറ്റേഴ്സ് കൊളാബ് ചെയ്ത് അവര് ഒറ്റ ടീമാക്കി. ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഇവിടെ ഓർമ്മില്ലെങ്കിൽ എന്റെ പോണ്ടിച്ചേരിത്തെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി. ഇതാണ് കല്ലു, അതാണ് പച്ചോ, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവർ രണ്ടാളും കല്യാണി എടുത്ത കഴിഞ്ഞു. ഹായ്, ഹലോ. എല്ലാവരും പേര് പറയും. ഇത് ജുബിന, ജിബിഷ, സോറി, അസ്ലം, ജില്ല,
ഇവരൊക്കെ നമ്മുടെ കൂടെ വരുന്നതാണ് കേട്ടോ. മാത്തേരയിലോട്ട് നമ്മൾ എല്ലാവരും ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ. നമ്മളിപ്പോ എവിടെയാ? നമ്മള് ഗോവയിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഇറങ്ങാനായിട്ട് മനസ്സ് ചാഞ്ചാടുന്നൊക്കെ ഉണ്ട്. പക്ഷെ മാത്രമേ പോയിട്ട് വരാം. ഞങ്ങൾ ഗോവയിലേക്ക് പിന്നെ ഒരു പ്ലാൻ ചെയ്യും. അതല്ലേ. ഹായ് ഗായ്സ്, വെൽക്കം ടു മുംബൈ. മുംബൈ 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 മുംബൈ. ഹായ് മുംബൈ 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 മുംബൈ. ബാക്കി എന്റർടൈൻമെന്റ് ഗൈസ്. മുംബൈ. ഓക്കെ, നമ്മളിപ്പോ മുംബൈയിലെത്തി. മുംബൈയിലല്ല, താനെയിലെത്തി. അതായത് കേരള ടു താനെ. താനേന്ന് ഇവിടെ നമ്മൾ നേരെ ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് എവിടേക്കാ പോവാ? നേരാലിലോട്ട് ലോക്കൽ ട്രെയിൻ. അത് ആക്ച്വലി ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാരും പോയി. ആ ക്യൂ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. लोकल 7:53 मिनिटांची अर्बन लाईनवरून वाशीला जाणारी ही 53 मिनिटची अर्बन लाईन वाशी जानेवारी 12 ഇനി അടുത്ത ട്രെയിൻ കയറാൻ പോകണം. വെയിറ്റിംഗ് ഫോർ ലേഡീസ് കമ്പാർട്ട്മെന്റ്. वाशी वाया हार्बर लाईन. ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ ഞങ്ങൾ ലേഡീസ് കൊച്ചിലാണുള്ളത്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ അപ്പുറത്തേതിലാണ്. അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ലേഡീസ് കോച്ചിൽ കയറി നമ്മളിപ്പോൾ നേരാലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സാഹസികമായ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ നേരായ വന്നിരിക്കുന്നു. യാത്രയെ പറ്റി പറയാനുണ്ട്, അത് പിന്നെ പറയാം. അത് ഇരുന്ന് പറയാനുള്ള കാര്യമാണ്. സോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ. ഇഡലിയാണ് കഴിക്കുന്നത്. സോ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് മാത്താരനിലോട്ട് എത്തിപ്പെടാമെന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ട്രെയിൻ വഴിയാണ് പോകുന്നതെങ്കിൽ 3 സ്റ്റേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് താനെ, അതായത് ഞങ്ങളിപ്പോൾ പോയത് കേരള, അതായത് ഞാൻ എറണാകുളത്ത് നിന്ന് നേരെ താനയിലേക്കാണ് പോയത്. അതർവൈസ് നമുക്ക് മുംബൈ അല്ലെങ്കിൽ കല്യാൺ, ഈ 3 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മുംബൈയിലാണെങ്കിലും താനയിലാണെങ്കിലും അതുപോലെ തന്നെ കല്യാണിലാണെങ്കിലും അവിടെ നിന്ന് നമ്മൾ നേരാലിലോട്ട് ലോക്കൽ ട്രെയിൻ എടുക്കണം. ആക്ച്വലി ലോക്കൽ ട്രെയിൻ ജേണി ഇച്ചിരി അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ കുറച്ച് അഡ്വഞ്ചറാണ്. അങ്ങനെ നമ്മൾ നേരാലിലെത്തി. നേരാലിൽ നിന്നാണ് ഈ കാണുന്ന ഷെയർ ടാക്സി, അതായത് ഒരാൾക്കൊരു 100 രൂപ നിരക്കിൽ നമുക്ക് ഈ കാണുന്ന ഷെയർ ടാക്സി എടുത്തിട്ട് നമുക്ക് മാത്തേരൻ, അതായത് അമാൻ ലോഡ്ജിലോട്ട് എത്താം. അമാൻ ലോഡ്ജിൽ നിന്നാണ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ മറ്റേ ഇലക്ട്രിക്കൽ ഓട്ടോസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടോയ് ട്രെയിൻ, അല്ലെങ്കിൽ നടക്കാം. നേരെ മാത്തേരൻ വരെ നടക്കുക. നമ്മൾ ടോയ് ട്രെയിനാണ് കേട്ടോ എടുത്തത്. അത് ജസ്റ്റ് 25 റുപ്പീസ് എത്രയാണ്ട് വരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മാത്തേരനിലോട്ട് ട്രെയിൻ ത്രൂ എത്തിപ്പെടുന്നത്. നമ്മൾ ടോയ് ട്രെയിൻ കയറാൻ പോകണേ ഗൈസ്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നേരാലിൽ നിന്ന് ഷെയർ ടാക്സി പിടിച്ചിട്ട് നേരെ അമ്മാൻ ലോഡ്ജിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ടോയ് ട്രെയിൻ എടുക്കുന്നു ടു മാത്തേരൻ. കുതിരയൊക്കെയുണ്ട്. കുതിര അതെന്താ? പുളി മിഠായി പോലത്തെ ഇത് കത്തി നാടിയും കഴിക്കുന്നത് ഇഷ്ടമായില്ല? 6 കിലോ ആണത്. ഒരു കഷ്ണം. പക്ഷെ എനിക്കിത് മതി. അല്ലെങ്കിൽ പുതിയിരുന്നു പറഞ്ഞമാര് ഇല്ലേ പൈസ ബസ് പൈലാപ്പി
അസ്ലം സത്ത് കൊള്ളാല്ലേ ക്ലീനസ്റ്റ് വില്ലേജ് എവിടെയാണ്? അത് വീട് മഹാരാഷ്ട്ര അല്ല മേഘാലയ. അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ നടന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇനി ചത്ത്. വരൂ, നിങ്ങൾ എത്തിയില്ല. വെള്ളം വെള്ളം. ഹായ് ഗായ്സ്, ഇതാണ് നമ്മളുടെ റൂം. ഞാനും വരൂ. നാത്തൂനും ഒരുപോലെ ഇറങ്ങിയേക്കാണ്. നമുക്ക് റൂം ടൂർ കൊടുക്കാം. ഇനി നമ്മുടെ റൂം ടൂർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിസ് നൗഷിജ. ഓക്കെ, ഇങ്ങനെ ആണ് റൂം. ഇവിടെ വേറെ റൂമാണ്. ഇതാണ് നമ്മൾ 5 പേരുടെ റൂം. ഓക്കെ, വെൽക്കം ടു അവർ ഹോം. ഓക്കെ, ചെരുപ്പൊന്നും വരണ്ട. പിന്നെ ഇതിലെ മെസ്സിനെസ് ഒന്നും ആരും വിചാരിക്കണ്ട. നമ്മൾ വേഗം വന്ന് ഇതാക്കി. ഇവിടെ ഒരു ബെഡ്, ഇവിടെ 3 ആൾ കിടക്കാം. അവിടെ ഒരു ബെഡ്, ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. അവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സുന്ദരി ഉണ്ട്, ഒരു മിററുണ്ട്, ഞാനുണ്ട്, കണ്ണാടിയുണ്ട്, ഒരാൾ ഒളിച്ചു കളിക്കാണ്. എൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം കാണിക്കണം, അതിലുണ്ടോ? ഓക്കെ, നല്ലൊരു കുട്ടി ബാത്റൂം. സാധാരണ തിന്നു കഴിയുമ്പോഴാണ് ഞാൻ ആലോചിക്കാറ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, കുറേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. കിലോമീറ്റേഴ്സ് ഇങ്ങനെ നടക്കുന്നു. ഞാൻ വ്ളോഗ് എടുക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ പോയി. ഞാൻ പാമ്പ് പിടിച്ചില്ല. പാമ്പിനുണ്ട്, വലിയ പാമ്പിനെ. ഇപ്പോൾ സൺസെറ്റ് പോയിന്റ് കാണാനാണ് പോകുന്നത്. നല്ല സൈലന്റാ. ഇവരുടെ ഒച്ച മാത്രമേ ഉള്ളൂ. ഹലോ കല്ലു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മളിപ്പോൾ ബസാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണേണ്. നൈറ്റ് എല്ലാവരും. ഞാൻ ചത്തു. എന്റെ ചെരുപ്പ്, എന്റെ കാലെല്ലാം പൊട്ടി. നമ്മൾ ട്രക്ക് ചെയ്ത് അവസാനം ഞാൻ ചെരുപ്പില്ലാണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് ചെരുപ്പില്ലാണ്ടാണ് നടക്കാൻ പറ്റുന്നത്, അല്ലാണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് ചെരുപ്പില്ലാണ്ടാണ് ഞാൻ നടക്കുന്നത്. ലിറ്ററലി ഞാൻ ആ ഒരു മല മൊത്തം ചെരുപ്പില്ലാണ്ടാണ്. ചെരുപ്പിട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്നേഹൻ 10 പേര്, അശ്വിനും ജുബീബ്. കാലുളിക്കൊക്കെ ചത്തുന്നു. ഇപ്പൊ നമ്മള് വൈകുന്നേരം മാത്തേരം മാർക്കറ്റിലോട്ട് പോകണ്ട. ചെരുപ്പൊന്നും ഇല്ലാണ്ട് അല്ലേ? അതെ,
നമ്മൾ മാത്തേരെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നു. മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ബാൻഡേഡൊക്കെ വാങ്ങിച്ച് കാലൊക്കെ അടിച്ച് സെറ്റ് ചാടിക്കുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. അതാ ഞാൻ എടുക്കാഞ്ഞ്. എടാ എന്താണത്? പോയിട്ടും പാമ്പടുത്തൊന്നുമില്ല. ഗൈസ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒന്നും നമ്മൾ മോർണിംഗ് സൺറൈസ് കാണാൻ പോകുന്നു. പല്ല് പോലും തേക്കാതെ ഞാൻ അവരൊക്കെ പല്ലിച്ചു. കാലുവേദന നന്നായിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല. മനസ്സ് തളരാതെ മുന്നോട്ട് പോകുന്നു. ഇവരൊക്കെ ഉള്ളപ്പോ ഞാൻ എന്തിനു പേടിക്കണം. നമ്മളങ്ങനെ സൺസെറ്റോ കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ സൺറൈസ് കാണാൻ കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ എത്തിയത്. നിങ്ങൾ കാണുന്നുണ്ടോ ആ സൺറൈസ്? കൊള്ളാലേ? യെസ്. ക്യാമറേന്റെ ക്ലാരിറ്റി ആണോ അതോ ഞങ്ങളുടെ മൊഞ്ചാണോ എന്നറിയില്ല. സൂപ്പർ ടൈം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. മാത്തേരൻ സണ്ണി ഡേയ്സിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും എന്താ പറയാ റെയിനി സീസണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളാണ് സണ്ണി എങ്ങനെയായിരിക്കും അടുത്ത ഞങ്ങള് വാട്ടർഫോളിൽ ഉള്ള സമയത്ത് ഇൻഷാല്ല വരുന്നത്. ഓക്കെ, അത് വീട്ടിൽ തന്നെ. ബൈ. S9 ടീം. S9 എന്താന്ന് വെച്ചാൽ നമ്മളിരുന്ന കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. നമ്മളിരുന്ന കമ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഫാമിലി. S9 മാത്തേരൻ ഫാമിലി. എന്തേലൊക്കെ പറയാം. നമ്മളെങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയത്. നമ്മളിപ്പോ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. പ്രോപ്പർ കാട്. ഈശ്വര, ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചർച്ചുണ്ട്. ഈശ്വര, ഇതാണല്ല ചർച്ച്. ഇവിടെ പോസ്റ്റ് എടുക്കാം. ബാഗ് എടുക്കുമ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. മലയാളമൊക്കെ എഴുതി വെച്ചിക്കണ്. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിലും ഫോണില്. അയ്യോ കോഫി ചായ എനിക്ക് ഗൈസ് നമ്മളിപ്പോ എവിടെയാണ്? ഹണിമൂൺ പോയിന്റിലാണുള്ളത്. ഹണിമൂൺ പോയിന്റില് ഒരു കൂട്ടം കാണിച്ചു തരാം. നമ്മൾ അവിടെ ആയിരുന്നു ആദ്യം സൺറൈസ് കാണാനായിട്ട്. ആ പോയിന്റിലായിരുന്നു. അവിടെ അറ്റത്തല്ലേ? ഓക്കെ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ 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 നടന്ന് അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് കൊറേ നടന്ന് ഇങ്ങനെ എത്തിയിരിക്കുന്നു. ഹലോ ഏട്ടാ, ട്രെയിൻ കയറിയോ? ഗൈസ് നമ്മൾ എവിടെയായിരുന്നു ഇപ്പോ? ഹണിമൂൺ പോയിന്റില്. ഹണിമൂൺ പോയിന്റിൽ ആരാണ് കൂടുതൽ പോകുന്നത്? കപ്പിൾസ്. ഉണ്ടായ കപ്പിളിനെ റൂമിൽ പൂട്ടിയിട്ട് വന്ന ഒരു കുട്ടി നമ്മുടെ കല്ലു പാവം പച്ചു റൂമിൽ പൂട്ടിട്ട് വന്നേക്ക. പച്ചുവിന്റെ പ്രതികരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരു എത്ര മണിക്കൂറായിട്ടുണ്ടാവും? നമ്മൾ 5:30 ഇറങ്ങിയതല്ലേ? 5:30. ഇപ്പൊ സമയം 9 മണി. പാവം വെള്ളം പോലും ഉണ്ടാവില്ല റൂമില്. പൂട്ടില് മാത്രല്ല, കീ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. നമ്മുടെ അതന്നെ. വല്ലാത്തൊരു പൂട്ടലായി പോയി. ചത്ത്
ഇതിന്റെ മുകളിൽ കയറുന്ന കഴിഞ്ഞാല് കറക്റ്റ് ഒരു പബ്ജിയുടെ ലാസ്റ്റ് ചിക്കൻ അടിച്ചു കഴിഞ്ഞാല് മാളു എങ്ങനെയുണ്ട്? എന്തിന് രണ്ടാള് തള്ളലെന്നോ? വേറെന്താ പറഞ്ഞു? മതല്ലേ റാണി ആരാ പറഞ്ഞു? സോ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതേ ഇവിടം വരെ എത്തി. നമ്മൾ അമാൻ ലോഡ്ജിലോട്ട് നേരെ ഓട്ടോ ആണ് എടുത്തത്. നമുക്ക് നടന്നു വരാനുള്ള സ്റ്റാമിന ഒക്കെ നമ്മളുടെ പോയായിരുന്നു. നമ്മുടെ ഡോക്ടറൊക്കെ പരിപ്പായി ചത്ത്. ഇപ്പൊ നമ്മുടെ 3 പേര്, നമ്മുടെ ടീമിലുള്ള 3 പേര് അവര് മൈറ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നടന്ന 4 പേരുണ്ട് അല്ലേ? 4 പേരുണ്ട്. സോ അവര് നടന്നു വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ട്രിപ്പ് എൻഡിലോട്ട് ആവാറായി. അല്ല, ഒരു ദിവസം കൂടി ഉണ്ട്. ഓക്കെ, ഒരു ദിവസം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ട്രെയിൻ ട്രിപ്പും കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഇനി. അതന്നെ കറക്റ്റ് ടൈം ആവണമെന്നില്ല. അങ്ങനെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനിയും ഒരു ദിവസം ഉണ്ട് ട്രെയിനിൽ. നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മാത്തേരിയാണെന്ന് ഇറങ്ങി നേരെ ട്രെയിനിലോട്ട് കയറാണ്. ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ഈ വ്ളോഗ് ആക്ച്വലി കൂടുതലൊന്നും എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണോ ഞങ്ങൾ ഇരുന്നത് അങ്ങനെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ്. സ്ട്രേഞ്ചേഴ്സ് ആയിരുന്ന കുറച്ച് ആൾക്കാർ ഒരു ഫാമിലി പോലെയായി, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി വ്ളോഗ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.